നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഇന്റർവ്യൂ നടത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു, മൈലം മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മൈലം ഗണേശേട്ടൻ, അഡ്വക്കേറ്റ് മൈലം ഗണേശേട്ടൻ. ചേട്ടൻ പാർട്ടിയിൽ നിന്നൊക്കെ വിട്ടുപോയപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ടായി കോൺഗ്രസ്സുകാരായിട്ട്. കാരണം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം, നിസ്വാർത്ഥമായ സേവനം, സാധാരണക്കാരോട് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ, പാർട്ടിയോട് വളരെയേറെ കമ്മിറ്റഡ് ആയ ഒരു മനുഷ്യൻ. അദ്ദേഹമൊക്കെ ഈ പാർട്ടി വിടുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവണം. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഫോണിൽ വിളിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ രാഷ്ട്രീയക്കാരുമായിട്ട് വലിയ ഇന്റർവ്യൂ ഒന്നും, ഐഷാപോറ്റിയെ വിളിക്കാൻ വേണ്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എന്നാൽ രാഷ്ട്രീയക്കാരുമായിട്ട് വലിയ ഇന്റർവ്യൂവിനൊന്നും ഞാൻ പോകാറില്ല. പക്ഷെ എനിക്കിതൊരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് തോന്നിയത് എന്റെ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് UDFന്റെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ഉറപ്പായും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില വേദനകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്. അതെന്തുവാണെന്ന് എനിക്ക് ചോദിച്ചറിയണമെന്നുണ്ടായത് കൊണ്ടാണ് ഗണേശേട്ടനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചേട്ടനുമായിട്ടൊന്ന് സംസാരിക്കാൻ. ഇതൊരു സൗഹൃദ സംസാരമാണ്, മറിച്ച് ഇതൊരു വലിയ ഇന്റർവ്യൂ ആയിട്ടൊന്നും കരുതണ്ട. ഞാൻ ചേട്ടനോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയി, എങ്ങനെ, എന്തുകൊണ്ട് അതൊന്ന് പുനർചിന്തനം അങ്ങനെ നടത്താൻ വല്ല വഴിയുണ്ട്? കാരണം ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടുള്ള പാർട്ടിയെ സ്നേഹിക്കുന്നവർ. നമുക്കിപ്പോൾ പോസ്റ്റ് അല്ല, ചേട്ടൻ അറിയാലോ, ഞങ്ങളൊക്കെ എത്രയോ കൊല്ലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാ. ഞാൻ എൻ്റെ ജീവിതത്തിലെ 32ാമത്തെ വർഷം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുക. KSU വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ നിന്നാലും പാർട്ടിയിലും KSUയിലൊന്നും എനിക്ക് പോസ്റ്റ് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ മൈലം ഗണേശേട്ടനെ നമ്മൾ കാണുന്ന ഒരു ആദർശ ശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്, കോൺഗ്രസിന്റെ ഒരു ആദർശമുള്ള മുഖം. അങ്ങനെ കണ്ട അണ്ണന് എന്ത് മാനസിക വ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പാർട്ടി വിട്ടത്? അണ്ണൻ മനസ്സു തുറന്ന് പറയുക. വളരെ പ്രാധാന്യമുള്ള കുറെ ചോദ്യങ്ങളാണ് ഒന്നിച്ച് എന്നോട് ചോദിച്ചത്. എനിക്ക് താങ്കളോടും താങ്കളുടെ ഈ കുടുംബത്തോടും വലിയ ആത്മബന്ധമുള്ള ഒരാളാണ്. അതെ, ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ എന്നെ വിളിച്ചത്. ഒരുപക്ഷെ നെൽസൺ തോമസ് എന്ന് പറയുന്ന വ്യക്തി വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് വലിയൊരു മുഖമായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ പാർട്ടി വിട്ട് പോകുന്നു എന്ന ഒരു മെസ്സേജ് ഏകദേശം 1 മാസമെങ്കിലും ആയി കാണും ഈ മെസ്സേജ് ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായി നമ്മളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ, അത് ഈ കൊട്ടാരക്കരയിലും ഈ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള ധാരാളം ആളുകൾ ഈ പറയുന്ന നമ്മളെ വിളിച്ച്, ഫോണിലൊക്കെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുകയും ഇങ്ങനെ അഭിപ്രായങ്ങൾ. അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളോട് സ്നേഹമുള്ള, നമ്മൾ സ്നേഹമുണ്ടെന്ന് ധരിച്ചിരുന്ന പലരും നമ്മളെ അന്വേഷിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടായി. അത് സൂക്ഷം പോലെ ഈ പറയപ്പെടുന്ന താങ്കൾ ഇന്ന് എന്നെ ഇന്ത്യൻ കോഫി ഹൗസ് വെച്ച് കാണാനും അങ്ങനെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയും അങ്ങനെ നമ്മൾ ഇവിടെ വരികയും ഈ പറയപ്പെടുന്ന ഇന്റർവ്യൂയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതൊരു വലിയ ഇന്റർവ്യൂ ആയിട്ട് കാണേട്ടാ. ഞാൻ എനിക്ക് എന്റെ ഒരു ജ്യേഷ്ഠൻ പാർട്ടി വിട്ട് പോയപ്പോൾ സംഭാഷണം. ഇത് ഈ നെൽസനെ ഞാൻ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, എൻ്റെ മകൻ ഇപ്പൊ 26 വയസ്സുണ്ട്, മൂത്ത മകൻ. എൻ്റെ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നെൽസൺ തോമസും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ചേർന്ന് മൈലം പഞ്ചായത്തിൽ കോട്ടാത്തല വെച്ച് ഒരു കുട്ടിയൻ നാഷണൽ കോൺഗ്രസും അത് പുതുതലമുറയ്ക്ക് എങ്ങനെ സ്വായത്തമാക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഏത് മാർഗത്തിലൂടെ അവരെ ഈ ഫോറത്തിലേക്ക് കൊണ്ടുവരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസൃതമായ ഒരു ക്ലാസ് എടുക്കുകയും കുറെ ചോദ്യങ്ങൾ, കുട്ടിച്ചോദ്യങ്ങൾ കുട്ടികൾക്ക് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 20ഓളം പേനയുമായിട്ടാണ് താങ്കൾ അന്നത്തെ ആ സമ്മേളനത്തിൽ വരുന്നത്. എൻ്റെ മകനും അക്കൂട്ടത്തിൽ ഒരു പേന കിട്ടി. ആ പേനയാണ് ഇന്ന് അവനെ ഈ പറയപ്പെടുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് സ്നേഹപൂർവ്വം നിർത്താൻ കഴിയുന്നത് എന്ന വിശ്വാസം ഉള്ള ഒരാളാണ് എനിക്ക്. അപ്പം നമ്മൾ തമ്മിലുള്ള ആ ദീർഘകാല ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനം ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, ഒരു നേതാവ് എന്തായിരിക്കണം എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ ദൂരെ നിന്ന് വീക്ഷിക്കുന്നത്. ഒരു നേതാവിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും ഒരു ആളുകളെ ആകർഷിക്കുക, അല്ലെങ്കിൽ ആ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ പാടാ. ഒരാള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാള്
പറയുക, ഞാനാണ് ഈ പറയപ്പെടുന്ന ആളുകളെയെല്ലാം ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്, ഞാനാണ് ഈ പ്രസ്ഥാനത്തിൽ ഇവർക്കൊക്കെ ഈ സ്ഥാനം വാങ്ങിച്ചു കൊടുത്തത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്നത് കൊട്ടാരക്കരയിലെ അപൂർവം ആളുകളിൽ ഒരാളാണ് നെൽസൺ തോമസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് KSU എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് ആളുകളെ താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്, വന്നിട്ടില്ലേ? താങ്കൾ യുവജന പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നിരവധികളായിട്ടുള്ള ആളുകളെ കൊട്ടാരക്കര ലോക്കൽ ലീഡർഷിപ്പിലും ജില്ലാ നേതൃത്വത്തിലും ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ പോലും താങ്കൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ഇന്ന് ഈ കൊട്ടാരക്കരയിലുണ്ട്. ഈ പറയപ്പെടുന്ന നമ്മൾ ഇന്ന് സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന ആരെ, കോട്ടാത്തലക്കാരനായ വലിയ കോട്ടാത്ത അഖിൽ മാരാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു കഴിവുള്ള, അന്ന് ചെറുപ്പത്തിൽ പോലും നമ്മള് അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ആളിനെ പോലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വാതിൽ തുറന്നൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സദ്യ നടക്കുക, ഒരു സദ്യ നടക്കുമ്പോൾ കയറി വന്ന് ഉണ്ണ് എന്ന് പറയാൻ വാതൊക്കെ നിന്നൊരുത്തം പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് കയറി ഉണ്ണാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഒരു എൻട്രൻസ് ഒരാൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ചെറുതായിട്ട് കാണുന്ന ആളല്ല ഞാൻ. മറിച്ച് ഒരുത്തനെ ഇറങ്ങണ വിളിയിൽ എന്ന് പറയാൻ ഏതൊരു മനുഷ്യനും കഴിയും, കടക്കുപുറത്തെന്ന് പറയാൻ ആർക്കും കഴിയും. പക്ഷെ ഒരുത്തനെ കൊണ്ടുവരാൻ കഴിയത്തില്ല, ഒരുത്തൻ്റെ കൈ പിടിച്ച് ഉയർത്താനും കഴിയില്ല. ആ സാഹചര്യത്തിൽ അപ്പോഴും ഞാൻ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഈ നെൽസൺ തോമസ് എന്ന് പറയുന്ന ആള് വിദ്യാഭ്യാസപരമായും മറ്റ് പലതരത്തിലും അദ്ദേഹത്തിന് പല ഉന്നതികളിലും ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച തലത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ആളിന് ഈ തരത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അത് കൊട്ടാരക്ക് താങ്കൾ അവിടാണ് ഇന്ന് നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രസക്തി. എന്ത്, ഈ കൊട്ടാരക്കരയിൽ താങ്കൾ ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്നിട്ട് താങ്കൾക്ക് ചില വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ ഈ സ്ഥാനത്ത് നിങ്ങൾ ഈ പ്രസ്ഥാന വിഷമം അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന പോലെ തന്നെ ആ ഒരു വലിയ പ്രസ്ഥാനത്തിൽ നിന്ന് പോവുക എന്ന്. അപ്പം അങ്ങനെ ഒരാൾ പോകണമെങ്കിൽ എന്തായിരിക്കും കാര്യം? ആ പ്ലാറ്റ്ഫോമിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോഴാണ് അത് പോവുക കഴിയുന്നത്. അപ്പം എന്താണ് രാഷ്ട്രീയപരമായ ഒരു രാഷ്ട്രീയപരമായ ഒരു സ്പേസ് ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ്, ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പോകുമ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ പറയപ്പെടുന്ന ഈ അടുത്ത കാലത്തായിട്ട് കൊല്ലം ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ ഒരു പാർട്ടി വിട്ട് CPIയിൽ നിന്ന് സഖാവ് മുസ്തഫ അടക്കമുള്ള ആളുകൾ വേറെ പാർട്ടിയിലോട്ട് പോയി. കൊല്ലത്തുനിന്ന് അഡ്വക്കേറ്റ് അസ്കർ അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടി RSPയിലോട്ട് വന്നു. അപ്പം ഈ പറയപ്പെടുന്ന ഈ പല പാർട്ടിയിൽ നിന്നും ഈ പറഞ്ഞ UDFന്റെ UDFിലേക്ക് വരുമ്പം കൊല്ലം ജില്ലയിലെ കോൺഗ്രസിലേക്ക് ഈ പറയപ്പെടുന്ന വരവ് ഉണ്ടാകുന്നില്ല. ഐഷാപൂറ്റിയെ പോലെ അത് പറയില്ല. ഇപ്പം കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ആകെ നമുക്കുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്, നമുക്കുള്ള ഒരു ആശ്വാസം, UDFനുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഐഷാപൂറ്റിയെ പോലുള്ള ഒരു ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു ജീവനാത്. ഈ സാഹചര്യത്തിൽ നമ്മളെ പോലെ ഉള്ള ഈ സംവിധാനത്തിന് കിട്ടിയ ഒരു ജീവനാണ് ഐഷാപൂറ്റി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ കൊല്ലം ജില്ലയിലെ ഈ കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധി കൊട്ടാരക്കര മാത്രമേ ഉള്ളൂ. അതായത് ഇത് കൊട്ടാരക്കരയിലെ കോൺഗ്രസിനെ നമ്മൾ ഒന്ന് പഠിക്കാനുള്ള, വേറെ സ്ഥലത്തെ പോലെ ഒന്ന് പഠിക്കാനുള്ള സ്ഥലമാണ്. അതായത് എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചൊന്നും ശക്തമായ ഒരു UDF സംവിധാനം കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നു. UDF സംവിധാനം ശ്രീ R ബാലകൃഷ്ണപിള്ളയുടെ കാലഘട്ടത്തിൽ വലിയ ഒരു UDFന് ഒരു പ്രതാപ കാലം ഉണ്ടായിരുന്നു. ആ പ്രതാപ കാലത്ത് അതായത് കൊളക്കടയെ പോലെയുള്ള ഒറ്റപ്പെട്ട പഞ്ചായത്തുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ പഞ്ചായത്തും UDF ഭരിച്ചിരുന്ന പഞ്ചായത്തായിട്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളായ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം UDF ഭരിച്ചിരുന്നതാണ്.
ഓ, അത് ശരി. പിൽക്കാലങ്ങളിൽ ഇത് മുഴുവൻ ജില്ലാ സഹകരണ സംഘവും ജില്ലാ സഹകരണ സംഘം എന്ന് പറയുന്നത് അതിനെ നമുക്ക് കണക്കൂട്ടാം. പ്രാദേശിക സർവീസ് സഹകരണ സംഘങ്ങൾ, പൂവ ടൂറിസ്റ്റ് സർവീസ് സഹകരണ സംഘം, താമരക്കുടി സർവീസ് സഹകരണ സംഘം, പിന്നെ വെണ്ടാർ സർവീസ് സഹകരണ സംഘം, കൊട്ടാരക്കര സർവീസ് സഹകരണ സംഘം, ഉമ്മന്നൂർ സർവീസ് സഹകരണ സംഘം, മേലിലെട്ടി, ഇത് നോക്കിയ ഭൂരിഭാഗം സംഘങ്ങളും ഇതിപ്പോ എല്ലാം LDFന്റെ കയ്യിലാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കൊട്ടാരക്കരയുടെ സംഘടന ദൗർബല്യമാണെന്നാണോ പറയുന്നത്? അത് നമുക്ക് പറയാം. അതായത് 1990 ശേഷം കൊട്ടാരക്കരയിലെ പുതിയൊരു തലമുറ മാറ്റം ഉണ്ടായി. ആ തലമുറ മാറ്റത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വരവ് വരികയും ഈ പറയപ്പെടുന്ന കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാന മന്ദിരം കൊട്ടാരക്കരയിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായി 2 അധികാര കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടായി, കൊട്ടാരക്കരയിലുണ്ടായി, UDF. അപ്പൊ UDF ഉണ്ടായ ഈ അധികാര തർക്കം എവിടെ തുടങ്ങി? അവിടെ ആരംഭിച്ചു. ആ ആരംഭമാണ് പിൽക്കാലങ്ങളിൽ കടുത്ത ചില നിലപാടുകളിലേക്ക് പോവുകയും കോൺഗ്രസ് വളരുന്നതിന് കാരണമായില്ലായിരുന്നു. കോൺഗ്രസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉണ്ടായി എന്നില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഒരു സംവിധാനം ഒരു സംവിധാനം പെട്ടെന്ന്, അതായത് ഈ പറയപ്പെടുന്ന UDF സംവിധാനത്തിനകത്തുനിന്ന് ഈ പറയപ്പെടുന്ന R ബാലകൃഷ്ണനുള്ള ഈ സംവിധാനത്തിന് എതിരാവുകയും കുറെ കാലം എതിരാവുകയും അതിനുശേഷം ഇത് വിട്ടുപോവുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്നെന്ന് പറയുന്നത് UDFനകത്ത് വലിയ തകർച്ചയാണ് ഉണ്ടായത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊന്നും സംഭവിക്കാൻ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കാണ്ടാത്ത കാര്യം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ R ബാലകൃഷ്ണപിള്ള UDF വിട്ടുപോകുമ്പോഴും ഇവിടെ മാവേലിക്കര ലോക്സഭയിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലം ലീഡ് ചെയ്യും എന്ന് പറഞ്ഞ ഇവിടെ രാഷ്ട്രീയ, അതായത് കോൺഗ്രസ് ഇല്ല എന്നല്ലല്ലോ. അല്ല, ഇതിനകത്ത് സാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തം. യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറ്റവും വേരോട്ടമുള്ള നിയോജകമുണ്ട്. ഇപ്പം നമ്മളിതൊക്കെ LDF കാലാകാലങ്ങളിൽ വിജയിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറയപ്പെടുന്ന UDFന്റെ സംഘടന, UDFന്റെ സംഘടനാ സംവിധാനത്തിനുള്ള ദൗർബല്യം കൊണ്ടാണ് പരാജയപ്പെടുന്നത്. അതല്ലാതെ ഈ സംഘടന ഇല്ലെന്നോ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല കൊട്ടാരക്കരയിൽ ഈ പരാജയങ്ങളൊന്നും ഉണ്ടാവുന്നത്. ഈ സംഘടനാ സംവിധാനങ്ങളില്ല. ഓരോ പ്രദേശത്തും പാർട്ടിക്ക് ചിട്ടയായ പ്രവർത്തനങ്ങൾക്കുള്ള നേതൃത്വമില്ല. ഈ നേതൃത്വം ഉണ്ടാവണമെങ്കിൽ എന്തോ വേണം? സെക്കൻഡ് തേർഡ് ലീഡർഷിപ്പ് ഉണ്ടാവണം. അത്തരം സെക്കൻഡ് തേർഡ് ലീഡർഷിപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൊട്ടാരക്കരയിൽ ഏതെങ്കിലും രീതി നമ്മൾ ആ ചെങ്ങനാട് പാപ്പച്ചൻ മുതൽ ഇങ്ങോട്ടെടുത്ത് അമ്പലാത്തി രവി ഇങ്ങോട്ടും എടുത്ത് മുരളീധരൻ നായർ എടുത്ത് ശങ്കരപ്പിള്ള എടുത്ത് അതുപോലെ തന്നെ പെരുങ്കുളം രാജേന്ദ്രൻ എടുത്ത് ഇങ്ങോട്ട് താഴോട്ട് ഓരോരുത്തരെ കൂട്ട് അവരൊക്കെ എങ്ങനെ ഏത് രീതിയിലേക്ക് പോയെന്ന് നമ്മളൊന്ന് കണക്കിലെടുക്കും. നമ്മളിത് വിലയിരുത്തേണ്ട കാര്യമാണ്. അപ്പൊ അവരുടെ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ എന്തോ ഉണ്ടായിട്ടില്ല. ഒരു സെക്കൻഡ് ലീഡർഷിപ്പ്. ഇപ്പം യുവാക്കളെ, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്ന ആളുകളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം തന്നെ കൊട്ടാരക്കരയിൽ ഏറ്റവും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഇവിടെ ചർച്ചയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ഒരു വിമർശനത്തിന് ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു നല്ല നേതാവിന്റെ ലക്ഷണമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എന്നെ വിമർശിച്ചാൽ അതൊരു തിരുത്തലായിട്ട് നമ്മൾ അതിനെ കാണണം. അല്ലാതെ വിമർശിച്ചവനെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പാർട്ടി വിട്ടതിന് കാരണം കൊട്ടാരക്കരയിൽ തന്നെയാണ്? തീർച്ചയായും അതൊരു വ്യക്തിയാണ്. അത് വ്യക്തിയാണ്. അല്ല, ഈ വ്യക്തിയാണ് തീർച്ചയായും വ്യക്തിയാണ്. ആ വ്യക്തി മൂലമാണ് നിങ്ങൾ പാർട്ടി വിട്ടത്. ആ വ്യക്തിയാണ്, വ്യക്തിയുടെ നിലപാട് മൂലമാണ്. വ്യക്തി എന്ന് പറയുന്ന പേരിന് വ്യക്തിയുടെ നിലപാടുകൾ എന്ന് വെച്ചാൽ എന്നെ മാത്രം ബാധിക്കുന്ന നിലപാടല്ല, ഒരു വലിയ പുതിയ തലമുറ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ പ്രതിഷേധം നിങ്ങൾ പാർട്ടിയിൽ അറിയിച്ചിട്ട് തീർച്ചയായിട്ടും വരും തലമുറകൾക്ക് ഞാനൊരു പാഠമാവുക എന്നുള്ളതാണ്. ഞാൻ വഴി അടുത്ത തലമുറ നല്ല ശക്തമായ ഒരു നേതൃ സംവിധാനം കൊട്ടാരക്കരയിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളടക്കമുള്ളവരുണ്ടാവും. ഈ പറയപ്പെടുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇപ്പൊ രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വളർന്ന് അവരടക്കമുള്ളവർ നേതൃത്വ നിരയിലേക്ക് വരും. ഇവിടെ UDF ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്റെയും കൂടെ ആവശ്യമാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് UDFന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വരേണ്ടതിന്റെ ആവശ്യം നിങ്ങളുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് UDFന്റെ ഒരു ഘടകകക്ഷിയിലേക്ക് ഞങ്ങൾ പോകാൻ മാനസികമായി നിർബന്ധിതരായത്. ഇവിടെ BJP പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം പാർട്ടിക്ക് ചുമന്ന കൊടിയുടെ കളറാ. തീർച്ചയായും അത് പറയുമ്പോഴേ ഒരു കാര്യം, ഈ നെഹ്റുവിൻ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കാണ് നമ്മൾ പോയേക്കുന്നത്. ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഒരു നെഹ്റുവിൻ കാഴ്ചപ്പാട് കൂടി ആ പ്രസ്ഥാനത്തിനുണ്ട്. അല്ല മാത്രമല്ല, ഒരു ഷോൾ അണിഞ്ഞപ്പോ എന്തോ തോന്നി മനസ്സിന്? ഒരു
ഉള്ളു തുറന്നു പറയണം. ഉള്ളു തുറന്ന് പറയുകയാണെങ്കിൽ അതൊരു അതൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഇത്രയും കാലത്തിനിടയിൽ ഒരു പുതിയ അനുഭവം, ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം എപ്പോഴും അത് മനസ്സിൽ ഇങ്ങനെ നിൽക്കും. പക്ഷേ അവിടെ അതെന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിലിട്ട് എത്രയോ നാള് മനസ്സിലിട്ട് താലോലിച്ച് അതിനെ മനസ്സിനെ പരുവപ്പെടുത്തി നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് നമ്മൾ ഇന്നടത്തേക്കാ പോകുന്നത്. അത് ഈ പറയപ്പെടുന്ന കോൺഗ്രസിനെ പോലെ ഇന്ന് ഇവിടെ വരുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് അവിടെ വരും, മറ്റേ അത് അങ്ങനെ അല്ലാത്ത ഈ പറയപ്പെടുന്ന ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനം ഒരുപക്ഷെ അങ്ങേക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിപ്പോ നാളെ ചാടിക്കയറി അങ്ങോട്ട് ചെല്ലുന്നവനെ അവിടെ അങ്ങോട്ട് കയറ്റി മറ്റേ ജില്ലാ സെക്രട്ടറി ആക്കാനും സംസ്ഥാന ഭാരവാഹി ആക്കാനും ഒന്നുമുള്ള നടപടിക്രമമൊന്നും ആ പാർട്ടിക്കകത്തില്ല. ആ പാർട്ടിക്കകത്തില്ല. അത് മനസ്സിലാക്കി തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോയേക്കുന്നത്. ഈ പറയപ്പെടുന്ന കോട്ടാത്തല അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹം പരമ്പരാഗത അദ്ദേഹത്തിന്റെ ഒരു 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 3 തലമുറ മുതൽ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പൂവറ്റൂർ സുരേന്ദ്രൻ UDF ചെയർമാനായിരുന്നു. അദ്ദേഹം മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. നിലവിൽ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ അദ്ദേഹം UDF വന്നപ്പോ ഇനി കുളക്കടയിൽ ഒരു സീറ്റ് കൂടെ കിട്ടിയില്ലയോ UDF-ന്? പിന്നെ UDF ഒരു സീറ്റ് കൂടെ ആയി. ഘടകകക്ഷിക്കാന്നേ ഉള്ളൂ. ഘടകകക്ഷിയുടെ ഒരു സീറ്റ് RSPയുടെ ലേബലിൽ ഒരു സീറ്റ് കൂടെ ആയി. BJPക്ക് വന്നു. അപ്പൊ നമുക്ക് നറുക്കിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അധികാരം പിടിക്കാം. അത് അധികാരം പിടിക്കുന്നതിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതിന്റെ ഊഴം നമ്മൾ നോക്കിയിരിക്കല്ലേ, ഈഴം നമുക്ക് നോക്കിയിരിക്കാം. ഇതിനകത്തുനിന്ന് ആരും പൊഴിഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് ഊഴം നോക്കിയിരിക്കാം. ഇതിനകത്ത് ആരും സാഹചര്യം ഉണ്ട്, ഇല്ലാതില്ല. ഓക്കെ. നിങ്ങൾ എന്നിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് പാർട്ടി വിട്ടു പോകുമ്പോൾ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ തങ്ങൾക്കേറ്റ അപമാനം അല്ലെങ്കിൽ തങ്ങൾക്ക് പാർട്ടി വിടാൻ കാരണമായിട്ടുള്ള ഇത്രയും ആൾക്കാർക്ക് ഒരു റീസൺ ആയിട്ടുള്ളത് കൊടിക്കുന്ന് സുരേഷാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അവർ ആ വാർത്തയ്ക്കകത്ത് മീഡിയ വിഷൻ പല ആൾക്കാർ കൊടുത്തപ്പോൾ അത് വ്യക്തമായിട്ട് എടുക്കുന്നു. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷിന്റെ അടുത്ത് നിങ്ങൾ ഈ പോകുന്ന വിവരം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു? കൊടിക്കുന്നിൽ സുരേഷിന്റെ അടുത്ത് ഈ പറയുന്ന വിവരം ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം കുറച്ച് കാലമായിട്ടില്ല. അതായതെന്ന് പറഞ്ഞാൽ അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം നിങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അതോ അത് അവര് രക്ഷപ്പെടാൻ വേണ്ടി? അത് ഈ പറഞ്ഞതുപോലെ രാവിലെ ഇന്ന് പത്രം എടുത്ത് നോക്കിയപ്പോഴ് ഒരു വാർത്ത ഞാനും കണ്ടു. അതായത് ഇദ്ദേഹത്തെ കഴിഞ്ഞ 1 വർഷക്കാലമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന ഒരു വാർത്ത മാതൃഭൂമിയിൽ ഇങ്ങനെ രാവിലെ എനിക്കെതിരെ ഒരു വാർത്ത കണ്ടു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു ലോജിക്കായിട്ടൊരു കാര്യം, നിങ്ങളും ഈ പറയപ്പെടുന്ന ആനുകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നതിനും ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ് എന്തോ ഉണ്ടാകുന്നത്. മൈലം പഞ്ചായത്തിലെ ഇഞ്ചക്കാട് കിഴക്കെന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ആയിരവല്ലപ്പാറയുടെ ഖനനവുമായി ബന്ധപ്പെട്ട് അതറിയാലോ, ഏകദേശം 3 മാസമേ ആകുന്നുള്ളൂ. 3 മാസമേ ആകുന്നുള്ളൂ, ഏകദേശം 3 മാസം. അപ്പൊ ഇപ്പം യഥാർത്ഥത്തിൽ 6 മാസമേ ആകുന്നുള്ളൂ. എന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന പത്രത്തിൽ ഒരു വിരോധാഭാസമുണ്ട്. എന്നെ മാറ്റി നിർത്തിയേക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് 6 മാസത്തിന് മുമ്പിനാലെ എന്നെ മാറ്റി നിർത്തിയേക്കുന്ന പത്രത്തിൽ പോലെ 1 കൊല്ലത്തിന് മുമ്പേ എന്നെ മാറ്റി നിർത്തി. ഇന്നാ ഈ പറയുന്ന വിവരദോഷികൾക്ക് 1 വർഷം ഈ 6 മാസം ഈ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തണമെങ്കിൽ എന്നെ ഈ 6 മാസത്തിനകത്തായിരിക്കും മാറ്റി നിർത്തേണ്ടത്. സമരം വന്ന അന്നാ. ഇതെന്ന് പറഞ്ഞ 1 വർഷത്തിന് മുമ്പേ എന്നെ മാറ്റി നിർത്തിയേക്കെന്ന് പറയുന്നത് പത്രത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ എതിരാളികളെ തലോടുകയും രാഷ്ട്രീയ ശത്രു എന്ന് വെച്ചാൽ രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന അല്ല. ഇപ്പോ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊന്നും നിങ്ങൾ സജീവമല്ലായിരുന്നു? എനിക്ക് മൈലം പഞ്ചായത്ത് 3 വാർഡുകളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സജീവമായിരുന്നു. വാർത്തകൾ എന്ന് പറയുന്നത് ഈ വാർത്ത ഈ പറയുന്ന കൊടുക്കുന്ന ആളല്ലല്ലോ ഇടുന്നേ. മാതൃഭൂമിക്കെതിരെ അല്ല, അതിന് ലീഗൽ നോട്ടീസ് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കൊടുത്തവന് ഈ ഡിഫാമേഷൻ ഒരു കേസ് അവന് വാർത്ത ഒരു നോട്ടീസ് എഴുതി വെച്ചിരിക്കുകയാണ്. നിയമപരമായി നമുക്ക് നേരിടാമല്ലോ ഈ പറയപ്പെടുന്ന എന്ത് വിഡിത്തം പറയുന്നതിനെന്ന് വെച്ചാൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നതിന്. ഇപ്പൊ ഈ പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. അതായത് മൈലം പഞ്ചായത്തിന്റെ ഇഞ്ചക്കാട് കിഴക്കെന്ന് പറയുന്ന വാർഡ് പരമ്പരാഗതമായി UDF എന്ന് വെച്ചാൽ ഞാൻ മണ്ഡലം പ്രസിഡന്റായിട്ടിരിക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥിരമായി ഉണ്ടാകുന്ന വാർഡാണ്. ആ വാർഡിലാണ് ഈ ആയിരവല്ലിപ്പാറ എന്നും പറഞ്ഞ ഖനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ കോൺഗ്രസ് അന്നാന്ന് ഈ വാർഡിൽ നിന്ന് ഈ ഖനനവുമായി ബന്ധപ്പെട്ട്
ഈ ഞങ്ങൾ ഭക്തജനങ്ങളോടൊപ്പം നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ആണ് കോൺഗ്രസ് അതിനെ കണ്ടതെന്നും ആ സമരത്തിൽ ഏറ്റെടുത്തതെന്നുമാണ് ഈ പത്രവാർത്തയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ അതെ. ഈ പറയപ്പെടുന്ന മൈലം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് അത് ഈ പറയപ്പെടുന്ന കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ആണ് ഏതാ ഇതിനാവശ്യമായ പൈസ വാങ്ങിയതെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഏതാ പാറക്കോറിക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതാരാ? കോൺഗ്രസ് ആണ്. അവിടെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാത്രമേ അവരെന്തോ ആയുധമാക്കിയുള്ളൂ. ഏത് ഈ രണ്ട് പാർട്ടിക്കാരോട് ചേർന്നാണ് അവരുടെ പൈസ വാങ്ങിയെന്ന് അദ്ദേഹം തന്നെ ഈ പാറക്കോറി നടത്താൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെ പറഞ്ഞു. ആ പറഞ്ഞെടുത്ത് ഈ പ്രാവശ്യം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ഏതാ ഈ പറയുന്ന പത്രവാർത്ത കൊടുത്ത അദ്ദേഹം ഒന്ന് ശശർത്തം വീക്ഷിച്ചാൽ കൊള്ളാം. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ 4ാം സ്ഥാനത്ത് പോയി. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിരുന്നു. ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളാ. ഈ നേതൃത്വം കൊടുത്ത ആള് 100-ൽ താഴെ വോട്ട് മേടിച്ച് ആ വാർഡിൽ 4ാമത് പോയി. 4ാമതൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അദ്ദേഹം 5ാമത് പോയേനെ. മനസ്സിലാക്കണം. അവിടാണ് കോൺഗ്രസ് പാർട്ടി ആർക്ക് വേണ്ടി നിന്ന്? ജനങ്ങൾക്ക് വേണ്ടി നിന്നു, ഭക്തജനങ്ങൾക്ക് വേണ്ടി നിന്നു, എവിടെ സംശുദ്ധമായി നിന്നു. അവിടെ നടന്ന ഈ ഭൂമി ഇടപാടിൽ ഈ കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കന്മാർക്ക് പങ്കുണ്ട്. അവിടെ നടന്ന ഭൂമി ഇടപാടില് കോൺഗ്രസ്സുകാർക്ക് അവിടെ പങ്കുണ്ട്. നിങ്ങള് പൂർണ്ണ ബോധ്യമല്ലാതെ വലിയൊരു പ്രസ്താവന വിടുവല്ലോ. അല്ല അല്ല അങ്ങനെ വിടുവല്ല. ഇതിവിടുത്തെ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അവിടെ പങ്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ ഇടപാടുകൾ തെറ്റാന്ന് നിയമപരമായി തെറ്റൊന്നുമില്ല. ഒരു താളിന്റെ വസ്തുവിന് വേറൊരാൾക്ക് പിടിക്കുന്നതിന് പൈസ കിട്ടുമ്പോൾ കൊടുക്കുന്നതിന് തെറ്റുമല്ലോ ഉണ്ടോ? നിയമപരമായി തെറ്റില്ല. അല്ല, ഞാൻ പറയുമ്പോ ഈ ആദർശം പറയുമ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവിടെ എന്തുകൊണ്ട് BJP ജയിച്ചു എന്ന് ചോദിച്ചാൽ ആ BJPയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ പറയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എടുത്ത നിലപാടാണ് അവിടെ BJP ഇപ്പൊ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത BJPക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ഈ ആയിരവല്ലിപ്പാറ തന്നെയാണ്. ഈ പറയുന്ന ആയിരവല്ലിപ്പാറയാണ് അവിടെ ആരെ ജയിപ്പിക്കാൻ കഴിഞ്ഞത്? BJPയെ ജയിപ്പിക്കാൻ കഴിഞ്ഞത്. നമ്മളെ രാഷ്ട്രീയമായി നമ്മളതിനെ കാണണം. മത്സരിച്ചത് നിസ്സാര വ്യക്തിയല്ല, പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ. ഏതാ? കോൺഗ്രസിന്റെ നേതാവ്, പാർലമെന്ററി പാർട്ടി ലീഡർ മത്സരിച്ച കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ. നിങ്ങൾ ഈ സംഘടനയുമായി നിൽക്കുന്ന നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്തുവാ? രാധാകൃഷ്ണൻ മത്സരിച്ചു. ആ മത്സരിച്ച ആള് ആ മത്സരിച്ച ആള് 100-ൽ താഴെ വോട്ട് മേടിച്ച് 4ാം സ്ഥാനത്ത്. അതൊരു DCC സെക്രട്ടറിയുടെ വാർഡ്. അപ്പൊ ഒരു കാര്യം വ്യക്തമായിരുന്നു, അതൊരു വാർഡിന് വലിയ പ്രാധാന്യമുണ്ട്. മുന്നത്തെ പത്രത്തിൽ കാണുന്ന വാർത്ത തെറ്റാ. ഈ പത്രത്തിൽ നിങ്ങൾ സജീവമായ ഇപ്പോഴും നിങ്ങൾ എടുത്ത തീരുമാനം ഈ ഒരു 1.5 മാസത്തിന് അവസാന കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ പള്ളിക്കൽ കിഴക്ക് വാർഡിലെ ഒക്കെ സ്ഥാനാർത്ഥി നിർണയവും അതിന്റെ നടത്തിപ്പും അതിന്റെ മറ്റു കാര്യങ്ങളുമായിട്ട് ഇരുന്നതാണ്. റോയി മലയിലും അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുക. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായിട്ട് UDFന്റെ ചെയർമാനായിട്ട് വന്നു. അദ്ദേഹം മൈലൻ ഡിവിഷൻ കലവരം ഡിവിഷനിൽ ഇപ്രാവശ്യം എന്തായിട്ട് മത്സരിച്ചു? അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്കും ഒരു പരിധിവരെ അദ്ദേഹത്തെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിട്ടു, പക്ഷെ UDF വിട്ടില്ല. അതായത് നിങ്ങൾ UDFൽ ഇപ്രാവശ്യം ഐഷാപോറ്റി സ്ഥാനാർത്ഥിയാണെങ്കിൽ അവരോടൊപ്പം ഉണ്ടാവും. 100% അവരെ ജയിപ്പിക്കാൻ കൂടെ കാണും. ഞങ്ങൾ വന്നതുകൊണ്ട് ജയിക്കുമെങ്കിൽ ഞങ്ങൾ വന്നതുകൊണ്ടാണ് ജയിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ UDF ഇവിടെ ശക്തിപ്പെടും. നിങ്ങൾ അതിനോട് പോയോണ്ട് UDF ശക്തിപ്പെടും. ഇതെന്നല്ല, ഞങ്ങളെ പോലെ സമാന ചിന്താഗതിക്കാരായ ആളുകളുണ്ട് ഇവിടെ. UDF ശക്തിപ്പെടണമെന്നും അതിലൂടെ ഈ പറയപ്പെടുന്ന അങ്ങനെ UDF ശക്തിപ്പെടണം. ഈ UDF ശക്തിപ്പെടണമെങ്കിൽ ഘടകകക്ഷികൾ ശക്തിപ്പെടണം. ഇപ്പൊ ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം? ഈ ഘടകകക്ഷികൾക്ക് ഇവിടെ കൊട്ടാരക്കല്ലിൽ സീറ്റ് മറ്റെങ്ങും ഇല്ലാത്ത രീതിയിൽ ഘടകകക്ഷികൾക്ക് ഇവിടെ സീറ്റ് കൊടുത്തു. ഈ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിടത്ത് എല്ലായിടത്തും റിബൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിന്നു. ശരിയാണോ? അതേ ഈ പറയപ്പെടുന്ന ഈ ഒന്നിൽ സ്ഥാനാർത്ഥി മൈലം പഞ്ചായത്തിൽ പോലും ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തു. ആ സീറ്റിൽ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുക. അതൊന്നും UDFന് ഭൂഷണമല്ല. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ UDF സംവിധാനം ശക്തിയല്ല. ഈ ഘടകകക്ഷികളുടെ ഇപ്പോഴത്തെ സംവിധാനം അല്പം കൂടെ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ എന്തോ വരത്തുള്ളൂ. ഈ പറയപ്പെടുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ UDFന്റെ ഘടകകക്ഷിയായ RSPയെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിൽ വലിയ ശക്തിയായിട്ട് മാറും. ഈ വലിയ ശക്തിയായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അവിടെ 2-3 നേതാക്കന്മാരുടെ കീഴിലല്ലേ ഈ പാർട്ടി കൊല്ലത്ത്?
കൊല്ലത്തെന്ന് പറയുന്ന അപ്പോഴും അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് അവിടെ എല്ലാം ഈ പറഞ്ഞതുപോലെ അവർക്ക് ഒന്നും ഇല്ലാത്തടത്ത് പോലും ശക്തമായ വേരോട്ടമുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പിന്നെ താഴെ തട്ടിൽ അടികളുണ്ട്, അതിനൊരു സിസ്റ്റമുണ്ട്. ഈ പറയപ്പെടുന്ന നേതൃത്വ ഇവിടെ ഒരു സിസ്റ്റം ഇല്ലെന്നാണ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും താങ്കൾ ഈ പറയപ്പെടുന്ന കൊട്ടാരക്കരയിലെ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മൈൻഡ്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ മനസ്സ് നല്ലതുപോലെ അറിയാവുന്നതാണ്. നിങ്ങൾക്കൊരിക്കലും ഈ പറയപ്പെടുന്ന സംവിധാനത്തിന് വിരുദ്ധമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള മനസ്സറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് നമുക്കറിയാം. അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ നോവ് അനുഭവിച്ചപ്പോഴും നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കുന്നെന്ന് പറയുന്നത്. അത് പോകാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെ അത് നിൽക്കട്ടെ, അതിനകത്ത് തന്നെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുണ്ട്. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടെ നേതാക്കന്മാരുണ്ടാകണം, അവർ പിൻതലമുറക്കാരായിട്ട് ഇവിടെ വരണം. അതുപോലെ തന്നെ KSUക്കാർ വന്നിട്ടുണ്ട്, അവന്മാർ ഇവിടെ രക്ഷപ്പെട്ടു വരുന്ന നേതൃത്വത്തിലേക്ക് ഉണ്ടാവണം. അതെല്ലാം നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്, വലിയ സ്ഥാനം. അല്ലാതെ ഈ പറയപ്പെടുന്നത് പോലെ എന്തുവാ ജീവിതത്തിൽ ഇതൊരു മെക്കാട് സംവിധാനമായിട്ട് മെക്കാടുകാരായിട്ട് കാണുന്ന ഒരു രീതി. കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പം ഒരു കമ്മിറ്റി ഉണ്ടാവുക, ദിവസക്കൂലിക്ക് ആളിറങ്ങുക എന്ന് പറയുന്നത് അത് എത്ര കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ദിവസക്കൂലിക്ക് കാളിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്ന എത്ര കാലം നമുക്ക് ഉണ്ടാവാൻ പറ്റും? ഒരു കാശില്ലാത്ത ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നാൽ ഈ ദിവസക്കൂലിക്ക് ആളിറങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലിയ ഗൗരവമുള്ള കാര്യം ഇത്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്റെ ഒരു സംശയം, കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര വിട്ട പാർട്ടി ഇവിടെ ശക്തിപ്പെടുമെന്നാണ് പറയുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് പോയാൽ രക്ഷപ്പെടുമോ എന്നുള്ളത് ഒരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോഴത്തേക്ക് ഈ സംവിധാനം ഇവിടെ കാണുമെന്ന് അങ്ങനെ ഇതിപ്പോ സംവിധാനം ഈ സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നശിച്ചോണ്ടിരിക്കുകയാണെന്ന്. അങ്ങനല്ല, ചില ആളുകൾ ഒരു പ്രദേശം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം ഇല്ല. ഏറ്റവും വലിയ ഉദാഹരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം അടൂർ വിട്ടുപോയപ്പോ അടൂരും കൊണ്ട് അദ്ദേഹം പോയത്. ഏതാ? അദ്ദേഹം ജനകീയ പിന്തുണ ഇല്ലാത്ത ആളാണോ? അദ്ദേഹം പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന ആളാണോ? പക്ഷെ അദ്ദേഹം വ്യക്തികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര കഠിനാധ്വാനിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആമാശയൊന്നും ഞാൻ പറയത്തില്ല. അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന അദ്ദേഹത്തിന് വേണ്ടി എന്ത് പറഞ്ഞാലും ഞാൻ ഭയങ്കര കഠിനാധ്വാനിയാണ്. രാവിലെ 8 മണിക്ക് മുമ്പ് പോകുന്നു, 10 മണിക്ക് മുമ്പ് രാത്രി 12 മണി വരെ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷെ അത് എനിക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തോ പ്രയോജനം? എനിക്ക് വേണ്ടി മാത്രമുള്ള സിസ്റ്റം ആണെങ്കിൽ അതുകൊണ്ട് എന്തോ പ്രയോജനം? എന്റെ ഒറ്റ ചോദ്യം ഇതാ. അദ്ദേഹം ബാക്കിയുള്ള ഒരു തലമുറ ആണെങ്കിൽ ആ അടൂരെ പോലുള്ള സ്ഥലത്ത് പുതിയൊരാൾ വരുമായിരുന്നു. എന്നാലോചിച്ച് നോക്ക്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയല്ല. അപ്പൊ അന്നേരം നിങ്ങൾ പറയുന്നത് എന്താണെന്ന്, ഇത് ഒരു വ്യക്തിയല്ല, 140 മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളിടത്തല്ല ഇത് തന്നെ ആയിരിക്കും സ്ഥിതി. ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളിടത്തല്ല ഇത് തന്നെ സ്ഥിതി. ആ സ്ഥിതി എന്ന് പറയണമെങ്കിൽ മാറണമെങ്കിൽ അതിൻ്റെതായ ഒരു പഠനം ആവശ്യം. പഠനം എന്തൊക്കെ ആയിരിക്കണം സ്ഥാനാർത്ഥികള്. നമ്മൾ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയപരമായി നമുക്ക് ഒരുപാട് എതിർപ്പുകളുള്ളൊരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് LDF. പ്രത്യേകിച്ച് അത് കണ്ട് LDF-നേക്കാൾ നമ്മൾ പലപ്പോഴും എനിക്ക് വലിയ സൗഹൃദവും ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം. അതായത് ഒരു സ്ഥാനാർത്ഥി വന്നാൽ എത്ര പ്രാവശ്യം ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കും? എത്ര കെടികെട്ടിയവനെ ആണെങ്കിലും എത്ര പ്രാവശ്യമാക്കും? 1, 2 അല്ലെങ്കിൽ 3 അട്ടിപ്പേറായിട്ട് സ്ഥാനാർത്ഥികൾ ജീവിതകാലം മൊത്തം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഇല്ലേ? അപ്പം പിന്നെ ഈ തലമുറ ഉണ്ടോ ഇത്? പിന്നെ ശരിയാ. എനിക്ക് KSUവിൽ ഒന്നൊരു പോസ്റ്റ് ഇട്ടായിരുന്നപ്പോ എനിക്കും ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? സഹിച്ചങ്ങ് നിൽക്കുക. നമ്മളിപ്പോ വിശ്വാസമല്ലേ എല്ലാം. അത് തന്നെ സാറേ. നമ്മൾ ഈ പറഞ്ഞാല് നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ MLA ആവൂ MP ആവൂന്നൊന്നും നമുക്ക് നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ആളല്ലല്ലോ. പക്ഷെ നമുക്ക് ഈ നമ്മളൊരു കാര്യം മനസ്സിലാവും. ഒരു മുഴുവൻ പ്രവർത്തകൻ എന്ന് പറയുന്നത് അവൻ രാവിലെ സർവസ്വവും കളഞ്ഞ് ഇന്നത്തെ കാലത്ത് വെറുതെ കയ്യും കെട്ടി ഒരുത്തന്റെ മുമ്പിൽ ചെന്ന് നിന്ന് 1000 രൂപ കിട്ടുന്ന കാലമാണ്. അവൻ ഇതെല്ലാം കളഞ്ഞിട്ടാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നതിനോടൊപ്പം രാവിലെ മുതൽ ജയ് വിളിക്കാനും കൊടി പിടിക്കാനും ധർണയ്ക്കും മാർച്ചിനും അടികൊള്ളാനും കേസിനും വഴക്കിനും എല്ലാം നടക്കുന്നത്. അവനെ നമ്മൾ എന്തോ അവൻ ഈ പ്രസ്ഥാനം, ഏത് പ്രസ്ഥാനം ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും അവനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസമുള്ളവനെ ഒരുപാട് കിട്ടും. കോൺഗ്രസിൽ തിരിച്ചു വരാൻ വല്ല പ്ലാനുണ്ടോ? കോൺഗ്രസിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇനി അസാധ്യമായിട്ടുള്ള കാര്യം. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം UDF-ൽ ഉണ്ടാവും. കോൺഗ്രസിനെ വരെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവും.
അതിലൂടെ നമുക്കെന്ന് പറയുന്ന UDF സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനിയും നിങ്ങളോടൊപ്പം കൊഴിഞ്ഞു വരാൻ ആൾക്കാർ കാണും? നമ്മളിത് സംഘടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് നമുക്ക് സമയക്കുറവുണ്ടായതുകൊണ്ടാണ്. ഇത്രത്തോളം അസംതൃപ്തരുള്ള ഒരു സ്ഥലം, കൊട്ടാരക്കരയെ പോലെ ഇത്രത്തോളം അസംതൃപ്തരുള്ള ഒരു സ്ഥലം, ഈ പറയപ്പെടുന്ന 10-200 പേര് ഈ വരുന്നവരെ ആരെയും നമ്മൾ വിളിച്ചതല്ല. നിങ്ങൾക്കറിയാലോ, രാവിലെ 8 മണിക്ക് വന്ന് രാത്രി 8 മണിക്ക് ഇപ്പൊ പോന്നവനാ ഞാൻ. നമ്മുടെ ജോലിയിൽ നമ്മൾ പിന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളാ. ഈ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിന്റെ പല ഭാഗത്തും നിങ്ങളോടൊപ്പം ആള് വരാൻ കാണും. പിന്നെ ഇപ്പം തന്നെ കുളക്കട, മൈലം, വെട്ടിക്കോല, മേലില, ഉമ്മന്നൂര്, പിന്നെ ഉമ്മന്നൂർ, നെടുവത്തൂര് എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം, സമീപപ്രദേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ആളുകൾ വന്നിട്ടുണ്ട്. 10-200 പേര് വന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി സംഘടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വലിയ സംവിധാനത്തിലേക്ക് ഒരു പാർട്ടിയിൽ ഒരു ചെറിയ പോസ്റ്റെങ്കിലും കിട്ടുമായിരിക്കും. താങ്കള് ഈ പറഞ്ഞതുപോലെ വീണ്ടും നമ്മളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദിച്ചത്. അതായത് നമുക്ക് ഇന്ത്യൻ നാഷണൽ നമ്മൾ കണ്ടേക്കുന്ന എന്തുവാ, കൊട്ടാരക്കരയിലെ കോൺഗ്രസ് കമ്മിറ്റിയാണ് നമ്മൾ. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം കൊട്ടാരക്കരയില് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഒക്കെയാണ്. നമുക്കവിടെ 3-4 ബ്ലോക്ക് പ്രസിഡന്റുമാരവിടെ മാറിയും തിരിഞ്ഞും വന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ദിവസം ഒരാളിങ്ങോട്ട് വന്നിട്ട് താൽക്കാലികമായിട്ടൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഒരു താൽക്കാലിക കമ്മിറ്റിയിൽ പ്രസിഡന്റ് വരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്രസിഡന്റ് അങ്ങ് സ്ഥിരമാവുന്നു. അത് കഴിയുമ്പോൾ അദ്ദേഹം ലീവ് എടുക്കുന്നെന്ന് പറയുന്നു, പുതിയൊരു പ്രസിഡന്റ് വരുന്നു. പിന്നെ പുതിയൊരു ആ പ്രസിഡന്റ് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ സ്ഥിരമാവുന്നു. പിന്നെ ഈ പറയപ്പെടുന്ന ചില ഉദ്ദേശം വെച്ചാൽ ഒരു അഭിപ്രായമില്ലാത്ത എന്ന് വിചാരിച്ച മറ്റുള്ളവരുടെ പിന്നെ മറ്റുള്ളവരുടെ ആശയം, സ്വന്തം ആശയങ്ങളെ വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ ആ പോസ്റ്റിലേക്ക് വരണമെങ്കിൽ എന്താണ് ഈ പറയുന്നത്, അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ പറയുന്ന താങ്കളും ആ കമ്മിറ്റിയിൽ അംഗമാണ്. ഏതെങ്കിലും ഒരു ബ്ലോക്ക് കമ്മിറ്റിയിൽ ഇതൊരു ഒരു ഒരു ചർച്ച വന്നിട്ടുണ്ടോ? നമുക്ക് ഇവിടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കുറിച്ച് എന്തെങ്കിലും ചർച്ച വന്നിട്ടുണ്ടോ? ഒരു അഭിപ്രായ ഏകീകരണം വന്നിട്ടുണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നാരെ നമുക്ക് ആവശ്യം. ഇതിപ്പോ നമ്മൾ ആര് വരുന്നതിനകത്ത് നമുക്ക് എതിർപ്പൊന്നുമില്ല. ആര് വരുന്നതിനകത്ത് ഈ പറഞ്ഞ ആരും അത്ര മോശക്കാരൊന്നുമല്ല. ഒരു സംഘടനാപരമായി ആരും ഇത്ര പാർട്ടിക്കാരോ പാരമ്പര്യക്കുറവോ ഉണ്ടെന്നൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ എന്നാലും അതിനൊക്കെ ഉണ്ട്. എന്തുകൊണ്ട്? ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ ഒരു ഉത്സവ കമ്മിറ്റിയിൽ ഇന്നത്തെ നാടകം മാറ്റി കഥാപ്രസംഗം മാറ്റി നാടകമാക്കാൻ തീരുമാനിച്ചു. നമുക്ക് കഥാപ്രസംഗത്തിന്റെ സ്ഥാനത്ത് നമ്മൾ നാടകമാക്കൂ? കഥാപ്രസംഗത്തിന്റെ സ്ഥാനത്ത് നമ്മൾ നാടകം വെക്കത്തില്ല. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നേ? അവിടെ പൊതുയോഗം ആദ്യം വിളിക്കും. പൊതുയോഗം വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഉത്സവ കമ്മിറ്റി അംഗങ്ങളെങ്കിലും ഒന്ന് വിളിക്കും. കമ്മിറ്റിയിൽ ഒരു തീരുമാനത്തിൽ നമ്മൾ നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റമുണ്ട്. നമുക്ക് കഥാപ്രസംഗം മാറ്റി. ഇവിടെ ഭാരവാഹികളും ഇല്ല, എക്സിക്യൂട്ടീവുകളും ഇല്ല. ഈ കമ്മിറ്റിയിൽ അന്നേരം ഇത് കേൾക്കുന്ന പലരും ചോദിക്കും, നിങ്ങൾ ആ കമ്മിറ്റിയിൽ ഇരുന്ന നിങ്ങൾ ഈ ചോദ്യം, ഈ കമ്മിറ്റികളിൽ എത്രയോ പ്രാവശ്യം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിനകത്ത് എന്നോടൊപ്പം ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്തുകൊണ്ട് എന്നെ പോലെ ഈ അഭിപ്രായമുണ്ട്. പക്ഷേ അവന്റെ ഈ ആളുകളുടെ ഒന്നും വായിന്ന് ശബ്ദം പുറത്തോട്ട് വരാനുള്ള ശേഷി കുറവുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ് അഭിപ്രായം എന്ന് വെച്ചാൽ ആരെയൊക്കെയോ പേടിച്ച് അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നു. അതിനനുസരിച്ച് ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിന് സംഘടനാശേഷി കുറഞ്ഞു വരുന്നു. സംഘടനാശേഷി എന്നുള്ള സംഘടന ദൗർബല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. ഇപ്പൊ ഈ അടുത്തിടയില് ഈ കൊട്ടാരക്കരയിൽ നടന്ന ഒരു ചെറിയ സംഭവം, നമ്മളിത് സൗഹൃദ സംഭാഷണത്തിൽ പറയാം. ആ പാർട്ടി ഓഫീസില് മാർക്സിസ്റ്റ് പാർട്ടി വന്ന് എറിഞ്ഞു തകർത്തൊരു കേസ്. കോൺഗ്രസിന്റെ 2-3 നേതാക്കന്മാര് കോടതി കയറി എന്ന് വെച്ചാൽ കണ്ടില്ല കേട്ടില്ല അല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടങ്ങ് കോടതി വന്ന് പറഞ്ഞിട്ട് പോയി. അവർക്കറിയത്തില്ല ഈ പ്രതികളെ ഒന്നും. ആരൊക്കെയാന്ന് പറയുന്നത് വെച്ചാൽ കോടതി അടുത്ത താങ്കളും ഒരു അഭിഭാഷകനാണ് കൊട്ടാരക്കരയിലെ. അതേസമയത്ത് എന്റെ വീട് ആക്രമിച്ചത് ഞാനിപ്പോ കേസ് മൊഴി കൊടുത്തു. ദിനേശ് മംഗലശ്ശേരി അദ്ദേഹത്തെ ആക്രമിച്ചതിന് അദ്ദേഹം മൊഴി കൊടുത്തു. പാർട്ടി ഓഫീസ് ആക്രമിച്ചതിന് കേസില്ലേ? അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് അദ്ദേഹം നടന്ന് കൊടുത്തു. ആ പ്രതികൾക്ക് എന്ന് പറഞ്ഞ മാതൃകാപരമായ ഒരു ശിക്ഷ കിട്ടി. പക്ഷേ ശിക്ഷ, ഈ പറയപ്പെടുന്ന മാതൃകാപരമായ ശിക്ഷ എന്ന് പറയുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അത് പാർട്ടി പ്രവർത്തകർക്ക് അത്ര കടുത്ത ശിക്ഷയൊന്നും വേണമെന്നൊന്നും ഞാൻ ഈ പറയുന്നില്ല. അത് കോടതിയുടെ കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായി ഒരെണ്ണത്തിനെ നമ്മൾ നേരിടാനുള്ള കരുത്ത്, ആ കരുത്തിന്റെ കാര്യം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചത്ത് കടാര കുത്തി ഇറക്കുന്നതിന് തുല്യമായി നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് കല്ലെറിഞ്ഞ് നിൽക്കുന്ന സെറ്റിൽമെന്റ് ചെയ്തെന്നാണ് പറയുന്നത്.
സെറ്റിൽ ചെയ്ത് ആ കേസ് സെറ്റിൽ ചെയ്ത് പോയത്, അതും നേതാക്കന്മാർ ഇവിടുത്തെ അറിയപ്പെടുന്ന, അവർക്ക് എന്തോ പാരമ്പര്യം, എന്തോ ലോ കമ്മിറ്റി ചർച്ച ചെയ്യപ്പെട്ടില്ല. നിങ്ങളോട് നിന്ന് ഞാൻ ഇന്റർവ്യൂ നടത്തിയപ്പോ എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു ഇതാണ് അതെന്നാ എനിക്ക് തോന്നുന്നു. കേസിന്റെ സംസാരിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ വളരെ സൗഹൃദപരമായി നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മൈലം ഗണേശ് അവറുകളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് ഈ പാർട്ടി വിടുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ തങ്ങളെ അവഗണിച്ചതിൻ്റെ സ്വരവും ഇതിനിടയ്ക്ക് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പോയ പാർട്ടി അത് UDFന്റെ ഘടകകക്ഷി ആയതുകൊണ്ട് നമ്മൾ വലിയ ഒരു പ്രതിസന്ധി ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അഭിമുഖീകരിക്കപ്പെടില്ല എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. വളർന്നു വരുന്ന തലമുറകളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഓരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ഗുണഗണമായി മാറിയിരിക്കണം. പ്രാദേശികപരമായി പാർട്ടി ശക്തിപ്പെടുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള പുതിയ മുഖങ്ങളും ചെറുപ്പക്കാരുമൊക്കെ പാർട്ടിയിൽ വരുമ്പോഴാണ്. അത് ഉൾക്കൊള്ളുവാൻ സീനിയർ നേതാക്കന്മാർക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളാണ് ഒരു രാഷ്ട്രീയം. അദ്ദേഹം പറഞ്ഞതുപോലെ ആ പാർട്ടിയിൽ നിന്ന് ഒരു ഘടകകക്ഷിയിലേക്ക് പോകുമ്പോഴും ആ കൊടിയുടെ നിറം ചുമപ്പായപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു നെഞ്ചിടിപ്പ്, ഒരു നെടുവീർപ്പുണ്ടായി എന്ന് പറഞ്ഞു. അതൊക്കെ ഉൾക്കൊള്ളുവാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയട്ടെ. അപ്പോൾ നല്ല ഒരു സംവാദം എന്നോടൊപ്പം നടത്തിയതിന് മൈലം ഗണേശേട്ടനോടുള്ള നന്ദിയും പറയുന്നു. താങ്ക് യു ഏട്ടാ. താങ്ക് യു.